നിങ്ങൾക്കൊക്കെ സംശയമല്ലേ, ഈ കാണുന്ന വീട് ഒറ്റ നിലയാണോ ഇരുനില വീടാ? ഒറ്റ നിലയിലെ വീട് എങ്ങനെ ഇരുനില വീടാവും അല്ലേ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ വരുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്. കാരണം അത്രയും ഹൈറ്റ് വരുന്ന ഏരിയയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റെയർ കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ മാക്സിമം ആയത്. സാധാരണ വീടിൻ്റെ ഹൈറ്റിനേക്കാൾ 4 കല്ല് എക്സ്ട്രാ ഹൈറ്റ് വരും ഈ കാണുന്ന വീടിന്. അങ്ങനെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ. കുട്ടികൾ അതിലൂടെ ഊർന്നിറങ്ങാനൊക്കെ ശ്രമിച്ചാലും അതിന് തടയിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഒറ്റ നിലയുള്ള ഇരുനില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒറ്റ നിലയിലെ വീട് എങ്ങനെ ഇരുനില വീടാവും അല്ലേ? പലപ്പോഴും വീടുണ്ടാക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾക്കനുസരിച്ച് വീടിൻ്റെ രൂപങ്ങളും മാറാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വ്യത്യസ്തമായ വീട് അറിവുകൾ നമ്മുടെ പേജിൽ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലക്കൻ. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പ്ലോട്ട് തന്നെയാണ്. ഈ കാണുന്ന മെയിൻ റോഡിന് ചാരിയിട്ട് നമുക്ക് കാണാൻ പറ്റിയ കോൺക്രീറ്റ് സ്ലാബ് മാത്രമാണ്. ആക്ച്വലി ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് ഏകദേശം 6 മീറ്ററും അല്ലെങ്കിൽ ഒരു 8 മീറ്ററോളം താഴ്ചയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് പണിതിട്ടുള്ളത്. അതായത് ഈ വീടിൻ്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഈ കാണുന്ന വീടിൻ്റെ 1ാമത്തെ നിലയാണ് ഈ കാണുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് അത് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എൻട്രിയിൽ ഈ ഒരു വീടിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഫെൻസ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ഇതിൽ അട്രാക്റ്റീവാണ്. അതുപോലെ ഈ വീടിൻ്റെ കളർ കോമ്പിനേഷനിൽ ഈ ബ്ലൂ കളറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ഇത് കൊടുത്തതിന് 2 കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു താഴ്ചയിലേക്കുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന് ഈ ഒരു ഫെൻസ് ഡിസൈൻ വളരെ പ്രധാനമാണ്. ഇവിടുന്ന് കുട്ടികളും മറ്റുമൊക്കെ ഇതിലെ താഴേക്ക് വീഴുന്നതൊക്കെ തടയുന്നതിനും കൂടിയാണ് അങ്ങനെ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരാം. വീടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ തന്നെ ഈ ഒരു പിസ്ത ഗ്രീനും കൂടെ വന്നപ്പോൾ ഈ ഒരു ഷോ വാൾ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് വാള് അടിപൊളിയായി. അതിൽ ഗ്രൂ ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോയെ വൈറ്റ് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സൺഷെയ്ഡിനെയും വൈറ്റ് കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം വരുമ്പോഴേ ഈ ഒരു വീടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. ആക്ച്വലി പ്യുവർ വൈറ്റ് അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് പോലും. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഷോ വാളും വന്നിരിക്കുന്നത്. ബ്ലൂ കളറിൽ മേലേക്ക് പോകുന്ന ഈ ഷോ വാൾ ഈ ഒരു ഭാഗത്താണ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗത്തുള്ള ഈ ഒരു ഷോ വാളിനെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഗ്രില്ലുകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ പോലെ അത്രയും താഴ്ചയിലേക്കുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും താഴേക്ക് പെട്ടെന്ന് ഇറങ്ങുന്നതിനുമുള്ള സ്റ്റെയറും കൂടെ ഇവിടെ വരുമ്പോൾ ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഗ്രില്ലുകൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സിറ്റ് ഔട്ടിലുള്ള ടൈലുകളാണെങ്കിലും അതുപോലെ പെയിൻറ്റ് കളർ ആണെങ്കിലും എല്ലാം കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നും ഗ്രാനൈറ്റ് അല്ല കൊടുത്തിട്ടുള്ളത്, എല്ലാം ഫുൾ ബോഡി ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 6x4 ടൈലുകൾ അകത്തും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഫേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ള കാഴ്ചകൾ അകത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു വീടാണ്. നേരെ അകത്തുള്ള കാഴ്ചകൾ കാണാം. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ട് കയറുന്നതിന് മുമ്പ് ഡോറിനെ കുറിച്ച് പറയാം. മെറ്റൽ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തേക്കിൻ്റെ വുഡൻ ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഈ വീടിൻ്റെ ഹാള് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാം. ആക്ച്വലി ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്, അത്ര യൂസ് ചെയ്യുന്ന ഏരിയ അല്ല. പുറമേ നമ്മൾ കണ്ട സ്റ്റെയറിലൂടെ താഴേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഹോൾ പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ബ്ലൂ കളറിൽ വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റർ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് നേരെ താഴേക്കുള്ള വ്യൂ വരുന്നൊരു ഏരിയ ആണ്. ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം താഴെ കുറച്ച് താഴ്ച കൂടുതലുള്ള സ്ഥലം തന്നെയാണ്. ഈ കാണുന്നതെല്ലാം പെർഗോള ഡിസൈനായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ രീതിയിൽ വീടിനുണ്ടാകുന്ന ഹൈറ്റും ഇതിൻ്റെ ഹൈറ്റും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. കാരണം റോഡിൻ്റെ ഹൈറ്റിലേക്ക് ഫസ്റ്റ് ഫ്ലോറിനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതൽ ഹൈറ്റ് ഫീൽ ചെയ്യും. ഈ ഒരു ഫ്ലോറിൽ ഈ ഹാള് കൂടാതെ 2 ബെഡ്റൂമുകൾ കൂടിയുണ്ട്. അതുകൂടാതെ താഴെ 2 ബെഡ്റൂം, മൊത്തം 4 ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത്. നമുക്ക് നേരെ ഈ സ്റ്റെയർ ഏരിയ ഒന്ന് കാണാം. സ്റ്റെയർ ഏരിയയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു ഏരിയയാണ്. നമുക്ക് നേരെ താഴേക്ക് തന്നെ അങ്ങ് പോവാം. ഈ ഒരു വീട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ വരുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്. കാരണം അത്രയും ഹൈറ്റ് വരുന്ന ഏരിയയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റെയർ കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ മാക്സിമം ആയത്. അതിലേക്ക് ഈ ഒരു ഷാൻഡിലിയറും കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയല്ലേ. ഈ കാണുന്ന മെയിൻ ഏരിയയിൽ
നമുക്കിത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഈ ഒരു ബ്ലൂ കളർ വാളിൻ്റെ ഒരു ഫേസിൽ ഇതെല്ലാം കൂടെ വരുമ്പോഴുള്ള ഒരു വ്യൂ തന്നെയാണ്. വേറൊരു ലെവൽ തന്നെയല്ലേ ഇത്. ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമുകൾ രണ്ടാണെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബെഡ്റൂം ഫർണിഷ് ഒന്നും ചെയ്തിട്ടില്ല, ഭാവിയിലുള്ള വർക്കുകൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ആക്ച്വൽ ഗ്രൗണ്ട് ഫ്ലോർ ആണുള്ളത്. അതായത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മെയിൻ സിറ്റ് ഔട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ട സ്റ്റെയർ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റെയറും അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിയേ. സാധാരണ വീടിൻ്റെ ഹൈറ്റിനേക്കാൾ 4 കല്ല് എക്സ്ട്രാ ഹൈറ്റ് വരും ഈ കാണുന്ന വീടിന്. അങ്ങനെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. അതായത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വരുമ്പോൾ ഏകദേശം 3.5-3.40 ഇതിൻ്റെ ഹൈറ്റ് വരും. അത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയൊരു ഹാള്, മുറ്റം, അതായത് ടോപ്പിൽ ടെറസിലൊരു ഏരിയ കിട്ടി. ഈ കാണുന്നത് സ്റ്റെയർ ആണ്. നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാനും പറ്റും. 2 രീതിയിലും വരും കേട്ടോ. നമ്മൾ 2 സിറ്റ് ഔട്ടാണ് ഈ വീടിനുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഈ ഒരു ഹാളിലേക്ക്, കാഴ്ചകളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെയും ഫുൾ ബോഡി ടൈലുകൾ കൊണ്ടാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ടൈലും ചെയ്തിരിക്കുന്നത്. ഡോറുകളെല്ലാം മദർ ആൻഡ് ചൈൽഡ് സ്റ്റൈലിലാണ്, തേക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറുകയാണെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഏരിയ, മെയിൻ ഹാൾ. ഈ കാണുന്ന ഹാൾ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പാനലിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് പാനലിങ് ചെയ്തിട്ടുണ്ട്. നേരെ ഇവിടെ പെർഗോളോസ് കാണാം. ഇവിടെ ടി വി ഏരിയ കേട്ടോ, ടി വി വരാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആർക്ക് ഡ്രൈവ് ഇവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പാനലിങ്ങിന് ഈ ഒരു ആർക്ക് ഡ്രൈവ് മാത്രം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വ്യൂ ആകെ മാറി, ആംബിയൻസ് മാറി. ഡൈനിങ് സ്പേസിലേക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നത് ഈ വലിയ ഒരു വുഡൻ ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ഡൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ എക്സ്ട്രാ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ സ്റ്റഡി പർപ്പസിനുള്ള ബുക്സും മറ്റുമൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ള പാനലിങ് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ കളർ കാണുന്ന ഏരിയ ഫെറോ സിമെൻറ്റിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈലിൻ്റെ സപ്പോർട്ട് ഉണ്ട്, വുഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്. എല്ലാം കൂടെ വന്നപ്പോഴാണ് ഈ ഒരു ഭംഗി വന്നിട്ടുള്ളത്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഹാളിൽ സ്റ്റെയർ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അതാണ് ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഹാളിൽ നമുക്ക് മേലേക്ക് നോക്കിയാണ് നല്ല ഷാൻഡലിയറൊക്കെ കാണാം. പക്ഷേ ഏറ്റവും ഹൈറ്റ് കാണും ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ കണ്ടില്ലേ. സാധാരണ രീതിയിൽ വലിയ സ്റ്റെയർ ഹാൻഡ് റെയിലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഡേഞ്ചറായിട്ട് അവിടുന്ന് വീഴാനൊക്കെ ചാൻസുകൾ വരാറുണ്ട്. ഇവിടെ അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ കട്ട് പീസസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾ അതിലൂടെ ഊർന്നിറങ്ങാനൊക്കെ ശ്രമിച്ചാലും അതിന് തടയിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്, പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന് വുഡൻ ഷെയ്ഡ് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ കർവ് ചെയ്തെടുത്തു. അതുപോലെ ഈ അടിയിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്തെടുത്തപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്റ്റെയർ ഡിസൈനായി മാറി. ഇതുപോലുള്ള വലിയ ഏരിയകളിലേക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റെയറിനെ ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച എല്ലാ ഡോറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കളർ പാറ്റേൺ നല്ലൊരു ഗ്രീൻ തീമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഡോർ തന്നെയാണ്, പെയിൻറ്റബിൾ ഡോറാണ്. അതിനെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ബെഡ് കോട്ടാണ്, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് യൂസ് ചെയ്തിട്ടുള്ള. ചെറിയൊരു സൈഡ് മിററോട് കൂടിയ സൈഡ് ടേബിൾ ഉണ്ട്. അതുപോലെ ഇവിടെ വാൾപേപ്പർ ആട്ടോ ഈ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എൻഡിൽ ഇതുപോലെ പാനലിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള ഹൈറ്റുള്ള റൂമിൽ നമുക്ക് ഇതൊക്കെ ഒരു ചലഞ്ചായിട്ടുള്ള കാര്യമാണ്. വാൾപേപ്പർ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് അതിലൊക്കെ ശ്രദ്ധിച്ച കാര്യം. ഈ ഒരു ഭാഗത്ത് 3 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഫെറോയിലാണ് ഈ ഒരു പാർഷൻ ചെയ്തിട്ടുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടിയുള്ള റൂം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഈ വീട്ടിലെ 2ാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലാണുള്ളത്. സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണ്. വാളിൽ സിമ്പിളായിട്ടുള്ള പാനലിങ്ങും അതുപോലെ വാൾപേപ്പറും കൊടുത്ത് സിമ്പിളായിട്ട് തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ഇത്രയും ഹൈറ്റ് വരുന്ന റൂമിനെ എങ്ങനെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ സോൾവ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബും ബെഡ് കോട്ടും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് കിച്ചണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 വർഷം മുമ്പ് തുടങ്ങിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ ഇവിടെ വന്നിട്ടുള്ളൂ. കിച്ചൺ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ലോവർ കൗണ്ടറും അപ്പർ കൗണ്ടറും കാണാം. എല്ലാം ആ ഒരു ബ്ലൂ കളർ തീമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കിച്ചണ് എക്സ്ട്രാ സ്റ്റവ് വെക്കാനുള്ള ഒരു ഇടം കൂടെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും വീടുകളിൽ ഇത് പല സ്ഥലത്തായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന ആൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ കൗണ്ടറിന് ഇവിടെ
ഡ്രോവേഴ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു അപ്പർ ഡ്രോവർ കാണാം. എക്സ്ട്രാ മുമ്പുള്ള ഡിസൈനിലുള്ള അതേ ഒരു ഷെൽഫിനെ അവിടെ നിലനിർത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു ഭാഗം, സിങ്കിൻ്റെ ഒരു ഏരിയ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്പേസിനെ ഇതിനൊരു കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് ഈ സിങ്ക് ഇവിടെ വന്നിട്ടുള്ളത്.